ഏത് ബിസിനസ് എടുത്താലും അതിലേറ്റവും കാതലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വിൽപ്പനയാണ്. പലപ്പോഴും വിൽപ്പനക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ നിർമ്മാതാവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ചെറിയ കഥ പറയാം. വളരെ ധനവാന്മാരായിട്ടുള്ള രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഒരാൾ മറ്റേയാളോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു നല്ല ആനയുണ്ട്. ഈ ആന വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആനയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോള് ആനയുടെ കൂടെയാണ് കളിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഒരുപാട് ജോലികൾ ആനയാണ് ചെയ്തു തീർക്കുന്നത് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഇയാൾ വളരെ അത്ഭുതത്തോട് ചോദിച്ചു, ഇങ്ങനെയുള്ള ആനകളും ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ എനിക്കതൊരു നിസ്സാര വിലയ്ക്ക് കിട്ടി. വെറും 50,000 രൂപയ്ക്കാണ് ഞാൻ ആ ആനയെ മേടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ഈ ആനയെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു മറ്റേ പണക്കാരൻ. അപ്പോൾ ഇയാൾ ഇല്ല, അത് ഞാൻ കൊടുക്കില്ല, എനിക്ക് വളരെ ആവശ്യമായിട്ടുള്ള ആനയാണ്. എൻ്റെ വീട്ടിലെ പകുതി ജോലിയും ഈ ആനയാണ് ചെയ്യുന്നതെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 1,00,000 രൂപ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആന എനിക്ക് വരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1,50,000 വരികയാണെങ്കിൽ നിങ്ങൾ ഈ ആന എനിക്ക് വരുമോ എന്ന് ചോദിച്ചു. അപ്പോഴും ഈ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഇല്ല, അതെനിക്ക് വളരെ പ്രിയപ്പെട്ട ആനയാണ്, അതങ്ങനെ തരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു ഒടുവിൽ ഒരു 3,00,000 രൂപയ്ക്ക് ഈ ആനയെ രണ്ടാമത്തെ ആൾ കൈക്കലാക്കി. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഇവരെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ രണ്ടാമത്തെ പണക്കാരനായ വ്യക്തി ആദ്യത്തെ ആളോട് പറഞ്ഞു, വലിയ കുഴപ്പമായി പോയി ആനയെ വാങ്ങിച്ചത്, എന്ത് ചെയ്യാൻ പറ്റും, അത് വീട്ടിൽ മുഴുവൻ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൃഷി മുഴുവൻ നശിപ്പിച്ചു, എൻ്റെ ലോൺ മുഴുവൻ നശിപ്പിച്ചു, എൻ്റെ വീട്ടിലുള്ള പല സാധനങ്ങളും തല്ലിമറിച്ചു, എൻ്റെ മകൾക്കാണെങ്കിൽ പുറത്തിറങ്ങി കളിക്കാൻ നിർത്തിയില്ല, കാരണം അതിനെ കണ്ട പേടിയാവുകയാണ്, എൻ്റെ ഭാര്യ മുഴുവൻ സമയം എടുത്ത് വഴക്കുണ്ടാക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ രണ്ടാമത്തെ ആൾ ആദ്യത്തെ ആൾ, നിങ്ങൾ ഈ ആനയെ ഒന്ന് തിരിച്ചെടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ ആൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിൽക്കാൻ വരുന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വിൽക്കാനായിട്ട് വരുന്ന സാധനത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഉത്തമ ബോധ്യമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് സുഹൃത്തെ നിങ്ങളുടെ സാധനം വാങ്ങിക്കുക, ആരാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക? അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് പ്രൊഡക്റ്റ് വിപണനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും ആ പ്രൊഡക്റ്റിൻ്റെ മൂല്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. അതിനെ പറ്റിയിട്ടൊരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ കയ്യിലുണ്ടാവണം. അതില്ലാതെ നമ്മൾ ആ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ശ്രമിച്ചാൽ വിൽ നോട്ട് ബി ഏബിൾ ടു സെൽ ഇറ്റ്. അപ്പോൾ ആദ്യം ഉണ്ടാവേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസ്യതയും നമ്മുടെ പ്രൊഡക്റ്റിലുള്ള ഉത്തമ ബോധ്യവുമാണ്.